ഹലോ ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ നഴ്സറി വിദ്യാഭ്യാസം, പ്രാഥമിക വിദ്യാഭ്യാസം എന്നിവയെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് പോകാം. നഴ്സറി വിദ്യാഭ്യാസം ആധുനിക സമ്പ്രദായത്തിലുള്ള ശിശു വിദ്യാഭ്യാസത്തെ നഴ്സറി വിദ്യാഭ്യാസം എന്നറിയപ്പെടുന്നു. ആധുനിക സമ്പ്രദായത്തിലുള്ള ശിശു വിദ്യാഭ്യാസത്തെയാണ് നഴ്സറി വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. പ്രൈമറി വിദ്യാഭ്യാസത്തിന് മുൻപ് നൽകുന്ന ഒരു അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയാണിത്. പ്രൈമറി വിദ്യാഭ്യാസത്തിന് മുൻപ് നൽകുന്ന അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയാണ് നഴ്സറി വിദ്യാഭ്യാസം. എന്താണ്? ആധുനിക സമ്പ്രദായത്തിലുള്ള ശിശു വിദ്യാഭ്യാസത്തെ നഴ്സറി വിദ്യാഭ്യാസം എന്ന് പറയുന്നു. ആധുനിക സമ്പ്രദായത്തിലുള്ള ശിശു വിദ്യാഭ്യാസത്തെ നഴ്സറി വിദ്യാഭ്യാസം എന്ന് പറയുന്നു. പ്രൈമറി വിദ്യാഭ്യാസത്തിന് മുൻപ് നൽകുന്ന ഒരു അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയാണ് ഈ നഴ്സറി വിദ്യാഭ്യാസം. ഈ നഴ്സറി വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, കുട്ടികളുടെ മാനസികവും കായികവുമായ വളർച്ചയ്ക്കാവശ്യമായ നല്ല ശീലങ്ങളും അറിവുകളും കഴിവുകളും വികസിപ്പിക്കുന്നതിനുതകുന്ന തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകി ഭാവി ജീവിതത്തിന് സജ്ജരാക്കുക എന്നതാണ് ഈ നഴ്സറി വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. എന്താണ്? കുട്ടികളുടെ മാനസികവും കായികവുമായ വളർച്ചയ്ക്കാവശ്യമായ നല്ല ശീലങ്ങളും അറിവുകളും കഴിവുകളും വികസിപ്പിക്കാനുതകുന്ന തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകി ഭാവി ജീവിതത്തിന് സജ്ജരാക്കുക എന്നതാണ് നഴ്സറി വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഒന്നുകൂടെ പറയാം, നഴ്സറി വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ലക്ഷ്യം കുട്ടികളുടെ മാനസികവും കായികവുമായ വളർച്ചയ്ക്കാവശ്യമായ നല്ല ശീലങ്ങളും അറിവുകളും കഴിവുകളും. നല്ല ശീലങ്ങളും കൊടുക്കണം, അറിവുകളും കൊടുക്കണം, കഴിവുകളും കൊടുക്കണം, അല്ലേ? ഇവയെല്ലാം വികസിപ്പിക്കാനുതകുന്ന തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകി അവരുടെ ഭാവി ജീവിതത്തിന് സജ്ജരാക്കുക എന്നതാണ് നഴ്സറി വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് 3 മുതൽ 5 വരെ വയസ്സുള്ള കുട്ടികൾക്കാണ് ഈ നഴ്സറി വിദ്യാഭ്യാസം നൽകാൻ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. 3 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾ ഈ നഴ്സറി വിദ്യാഭ്യാസം നൽകുന്നത് 3 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ്. കിൻഡർ ഗാർട്ടൻ എന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ആവിഷ്കർത്താവ് ഫ്രോബലാണ്. ആരാണ് ഫ്രോബൽ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഫ്രോബലിനെ എല്ലാവരെക്കുറിച്ചും പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ക്ലാസ്സുകളിൽ, കഴിഞ്ഞ എക്സാമിൻ്റെ ക്ലാസ്സുകളിൽ. അപ്പോൾ അതൊക്കെ വീണ്ടും ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. കിൻഡർ ഗാർട്ടൻ എന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ആവിഷ്കർത്താവ് ആരാണ്? ഫ്രോബൽ. 1826 ഈ വിദ്യാഭ്യാസ സമ്പ്രദായം ഫ്രോബൽ തുടങ്ങിയത്. അപ്പം 1826 കിൻഡർ ഗാർട്ടൻ എന്ന വിദ്യാഭ്യാസ സമ്പ്രദായം ആര് തുടങ്ങിയത്? ഫ്രോബൽ തുടങ്ങിയത്. ആവിഷ്കർത്താവ് ആരാണ് കിൻഡർ ഗാർട്ടൻ്റെ? ഫ്രോബൽ. കിൻഡർ ഗാർട്ടൻ ഫ്രോബൽ 1826. കിൻഡർ ഗാർട്ടൻ ഫ്രോബൽ 1826. കിൻഡർ ഗാർട്ടൻ എന്നൊരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് തുടങ്ങിയത്. ആരാണ്? ഫ്രോബലാണ്. 1826 ഈ കിൻഡർ ഗാർട്ടൻ എന്ന വിദ്യാഭ്യാസ സമ്പ്രദായം തുടങ്ങിയത്. അടുത്തത് പ്രധാന അധ്യാപിക നഴ്സറി സ്കൂൾ. നഴ്സറി സ്കൂളിലെ പ്രധാന അധ്യാപികയുടെ ചുമതലകൾ അല്ലെങ്കിൽ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? നഴ്സറി സ്കൂളിലെ പ്രധാന അധ്യാപിക എല്ലാ കുഞ്ഞുങ്ങളോടും പ്രസന്ന ഭാവത്തോടെ ഒരുപോലെ സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ മാതൃകാപരമായ പെരുമാറ്റം കാഴ്ചവെക്കുന്നവരാകണം. രണ്ടാമത്തേത്, കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ എല്ലാ കാര്യങ്ങളിലും അധ്യാപിക ശ്രദ്ധ അർപ്പിക്കേണ്ടതാണ്. മൂന്നാമത്, കുട്ടികളും മാനസിക വികാസവും കായികക്ഷമതയും എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി കുട്ടികളിൽ മാനസിക വികാസവും കായികക്ഷമതയും എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി കളികളിലൂടെയും കഥ, ഗാനം തുടങ്ങിയവയിലൂടെയും അവരെ പ്രത്യുന്മുഖരാക്കുവാൻ അധ്യാപകർ സദാ സന്നദ്ധരായിരിക്കണം. കുട്ടികളിൽ മാനസിക വികാസവും കായികക്ഷമതയും എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് കളികളിലൂടെയും കഥ, ഗാനം തുടങ്ങിയവയിലൂടെയും അവരെ പ്രത്യുന്മുഖരാക്കാൻ അധ്യാപകർ സദാ സന്നദ്ധരായിരിക്കണം. അപ്പോൾ പ്രധാന അധ്യാപികയുടെ ചുമതലകൾ അല്ലെങ്കിൽ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? നഴ്സറി സ്കൂളിലെ പ്രധാന അധ്യാപിക എല്ലാ കുഞ്ഞുങ്ങളോടും പ്രസന്ന ഭാവത്തോടെ, ഒരു സന്തോഷത്തോടെയുള്ള മുഖത്തോടു കൂടി ആയിരിക്കണം ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ മുന്നിൽ ചെല്ലുവാൻ. അതേപോലെ തന്നെ സ്നേഹം കൊടുക്കണം. സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ മാതൃകാപരമായ പെരുമാറ്റം കാഴ്ചവെക്കുന്നവരായിരിക്കണം. നല്ല രീതിയിൽ ഒരു അമ്മ എന്ന രീതിയിൽ സ്നേഹം പ്രകടമാക്കുന്നവരായിരിക്കണം. അതായത് കുഞ്ഞുങ്ങൾക്ക് എന്തും തുറന്നു പറയാൻ ഉള്ളൊരു ഒരു ക്യാരക്ടർ
ആയിരിക്കണം, ആ രീതിയിലെ ക്യാരക്ടർ ആയിരിക്കണം പ്രധാന അധ്യാപിക. കുഞ്ഞുങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെക്കുറിച്ച് ചിന്തിച്ച് അവരെന്തും നല്ല ധൈര്യത്തോടെ അധ്യാപികയോട് തുറന്നു പറയണം, ആ രീതിയിലായിരിക്കണം അധ്യാപിക. അടുത്തത്, കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ എല്ലാ കാര്യങ്ങളിലും അധ്യാപിക ശ്രദ്ധ അർപ്പിക്കേണ്ടതാണ്. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ എല്ലാ കാര്യങ്ങളിലും ആ പ്രധാന അധ്യാപിക, നഴ്സറി സ്കൂളിലെ അധ്യാപിക എന്ത് ചെയ്യണം? ശ്രദ്ധ അർപ്പിക്കേണ്ടതാണ്. കുട്ടികളുടെ മാനസിക വികാസവും കായികക്ഷമതയും എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് കളികളിലൂടെയും കഥ, ഗാനം തുടങ്ങിയവയിലൂടെയും അവരെ പ്രത്യുന്മുഖരാക്കുക എന്ന കാര്യത്തിൽ അധ്യാപകർ സദാ സന്നദ്ധരായിരിക്കണം. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. കുട്ടികളുടെ മാതാപിതാക്കളുമായി ആരോഗ്യപരമായ കാര്യങ്ങളിൽ അന്വേഷണം നടത്തുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യണം. കുട്ടികളുടെ പേരൻസുമായിട്ട് എന്ത് ചെയ്യണം? അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ അന്വേഷണം നടത്തണം. അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, വയ്യാഴിയുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടത്തിയിട്ട് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നവരായിരിക്കണം പ്രധാന അധ്യാപിക ഇവിടുത്തെ നഴ്സറി സ്കൂളിലെ. അപ്പോൾ ഇത് നമുക്ക് ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ കേട്ടോ. ഈ നമ്മുടെ ടീച്ചർ, അതായത് പ്രീ സ്കൂളിലെ അല്ലെങ്കിൽ നഴ്സറി സ്കൂളിലെ ടീച്ചർ എങ്ങനെയുള്ള ഒരാളായിരിക്കണം എന്നുള്ളത് ഇൻ്റർവ്യൂവിനും ചോദിക്കുന്ന ഒരു ചോദ്യം കേട്ടോ. അപ്പോൾ ഏകദേശം ഇത് ഓടെ ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് എല്ലാവരും ഒന്ന് കേൾക്കുക. നമുക്ക് ഇത് കാണാതെ പഠിക്കാനല്ല, നമ്മളൊന്ന് മനസ്സിലിരിക്കണം. കാരണം എങ്ങനെ ആ ക്വസ്റ്റ്യൻ വരുന്നതെന്ന് അറിയില്ല. അതുമാത്രമല്ല, ഇപ്പം പറഞ്ഞ ഈ പ്രധാന അധ്യാപികയുടെ ആ ഒരു ചുമതലകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇൻ്റർവ്യൂവിന് വരെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം ഏകദേശം ആ ഒരു അധ്യാപിക എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ മിക്ക കാര്യങ്ങളും പഠിച്ചു വെക്കണം. അതേപോലെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്കുണ്ടായിരിക്കുന്നതാണ്. താമസിക്കാൻ അടുത്ത ക്ലാസ് അപ്ലോഡ് ചെയ്യാം. അതുവരെ ബൈ.